കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗിന്റെ മഹാറാലി ഇന്ന് കോഴിക്കോട് നടക്കും. വൈകിട്ട് 3 മണിക്ക് സ്വപ്നനഗരിയിൽ നിന്ന് തുടങ്ങുന്ന റാലി വൈകിട്ട് 5 മണിയോടെ കടപ്പുറത്ത് സമാപിക്കും. തെലങ്കാന ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ധൻസിരി അനസൂയയാണ് മുഖ്യാതിഥി. ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ഷഹദ്, മുസ്ലിം യൂത്ത് ലീഗിന്റെ മഹാറാലി വൈകിട്ട് 3 മണിക്ക് നടക്കാനിരിക്കുകയാണല്ലോ. എന്താണ് റാലിയിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം? ഒരുക്കങ്ങൾ ഏതുവരെയായിട്ടുണ്ട്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് ഇത്തരത്തിൽ കോഴിക്കോട് നഗരത്തിൽ മഹാറാലി നടക്കുന്നത്. കോഴിക്കോട് കടപ്പുറത്ത് വെച്ചാണ് ഇതിന്റെ സമ്മേളനം നടക്കുന്നത്. വിദ്വേഷത്തിനെതിരെ, ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടാണ് ഈ മഹാറാലി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയാണ് മുസ്ലിം ലീഗിന്റെ ഈ റാലി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സരോവരം ബയോ പാർക്കിന് സമീപത്ത് നിന്ന് റാലിയായിട്ട് കോഴിക്കോട് കടപ്പുറത്ത് സമാപിച്ച് അതിനുശേഷം അവിടെ പൊതുസമ്മേളനമാണ് ഒരുക്കിയിട്ടുള്ളത്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ തെലങ്കാന സംസ്ഥാന പഞ്ചായത്ത് രാജ് ശിശുക്ഷേമ വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്നുണ്ട്, വി.ഡി. സതീശൻ പങ്കെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. വലിയ രീതിയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കോഴിക്കോട് കടപ്പുറത്തേക്ക് ഇന്ന് ജനസാഗരം ഒഴുകിയെത്തും എന്നുള്ളതാണ് യൂത്ത് ലീഗിന്റെ അവകാശവാദം. ഇപ്പോൾ തന്നെ കോഴിക്കോട് കടപ്പുറത്ത് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. ഇന്നലെയായിരുന്നു ഇതിന്റെ പതാക ഉയർത്തൽ. വലിയ രീതിയിൽ നേതാക്കളൊക്കെ തന്നെ കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്ത് ഇതിന്റെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്നുണ്ട്. കൃത്യം 3 മണിക്ക് തന്നെ ഈ റാലി കോഴിക്കോട് സരോവരം ബയോ പാർക്കിൽ നിന്ന് കോഴിക്കോട് കടപ്പുറത്തേക്ക് നടക്കും. ശരി, ഷഹദ് റഹ്മാൻ ആണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.